ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ തുടങ്ങിയ താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR മധുവാണ് മുന്നേറ്റ യാത്ര നയിക്കുന്നത്. പരമ്പരാഗത തൊഴിലാളികളായ വിശ്വകർമ്മജരുടെ തൊഴിലുകൾ സംരക്ഷിക്കുക, അപ്രൈസർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജനസംഖ്യാനുപാതികമായ സംവരണം അനുവദിക്കുക, വിദ്യാഭ്യാസ മേഖലയിൽ അനുവദിച്ചിരിക്കുന്ന സംവരണം എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക, അവസര സമത്വം, തുല്യനീതി എന്നിവ വിശ്വകർമ്മ സമൂഹത്തിന് ഉറപ്പുവരുത്തുക, ജാതി സെൻസസ് അടിയന്തരമായി നടപ്പിലാക്കുക, ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാ മാസവും വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 24-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ഏപ്രിൽ മാസം 2-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിശ്വകർമ്മജർ അണിനിരക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണയോടെയാണ് മുന്നേറ്റ യാത്ര സമാപിക്കുക. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി അഡ്വക്കേറ്റ് TR മധു, ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ, ട്രഷറർ MP ലക്ഷ്മണൻ എന്നിവരാണ് ജനമുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. മണ്ണൂരിൽ നിന്നും ആരംഭിച്ച സ്വീകരണ യാത്ര നെഹ്റു പാർക്കിൽ സമാപിച്ചു. വലിയ സ്വീകരണമാണ് വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ നൽകിയത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR മധുയെ മേക്രമ ശാഖ ആദരിക്കുകയാണ്. ജാഥ വൈസ് ക്യാപ്റ്റൻ വിനോദ് തച്ചുവേലിയെ ശാഖയുടെ മേക്രമ ശാഖ പ്രസിഡന്റ് ആദരം. ജാഥ വൈസ് ക്യാപ്റ്റനെ സെക്രട്ടറി രാഹുൽ ആദരിക്കുന്നു. കോതമംഗലം, കുന്നത്തുനാട് താലൂക്കിലെ പ്രവർത്തകരും ജനമുന്നേറ്റ യാത്രയിൽ പങ്കെടുത്തു. ധാരാളം സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങൾക്ക് തന്നെ ഈ രാഷ്ട്രീയ കേരളത്തിന് തന്നെ വെല്ലുവിളിയായിട്ടാണ് ഈ സമരപ്രഖ്യാപനം. തെരുവിലിറങ്ങാതെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തി പല സംഘടനകളും സാമുദായിക സംഘടനകളും ഇവിടെ പല കാര്യങ്ങളും നേടിയെടുക്കുന്നു. പക്ഷെ നമ്മളെ പരിഗണിക്കുന്നില്ല. ഇതെല്ലാം നമുക്കും അറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തിനറിയാം, ഈ ജനാധിപത്യ കേരളത്തിനറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മൾ ഉന്നയിക്കുന്ന അവകാശ സമരത്തിന് അതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 5 ഉപാധിപ്പെട്ട നമ്മുടെ തൊഴിൽ, ആ തൊഴിലൊന്നും ചെയ്യാൻ കൃത്യമായിട്ട് സാധിക്കുന്നില്ല. ആ തൊഴിലിനനുസരിച്ചുള്ള കൃത്യമായ വേതനം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം വഴിമുട്ടി പോകുന്നു. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖസത്യം. നമ്മുടെ നാടിന്റെ സുപ്രീം എന്ന് പറയുന്ന ഭരണഘടനയാണ്. ഭരണഘടന തുല്യനീതിയും തുല്യ അവകാശം അവകാശപ്പെടുന്നു. മാന്യതയോടെ ജീവിക്കണം, അങ്ങനെ ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ, നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത്. പക്ഷെ മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഇവിടെയില്ല. സ്വീകരണത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി KK ദിനേശൻ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ദിനേശൻ KK, സെക്രട്ടറി സിനോജ് PK തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി MBITS. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.